മീശക്കാരൻ മാധവന് ദോശ തിന്നാനാശ. ഹൈ ഹൈ ആട്ടുകല്ലിൽ അരച്ച് നിന്നെ ദോശ ചുട്ടോളാം. ഈ പാട്ടൊക്കെ പാടി ഞാൻ ആട്ടുകല്ലിലാണ് ഈ ദോശയ്ക്ക് അരയ്ക്കാൻ പോകുന്നത്. ഞാൻ റേഷൻ കടയിലെ റേഷനരിയും പച്ചരിയും ഉഴുന്നും ചേർത്ത് ഒരു 7-8 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ആട്ടുകല്ലിൽ അരച്ചെടുക്കുന്നത്. ഇത് ഞാൻ മൂന്നും കൂടി ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നത്. മിക്സിയിലാണെങ്കിൽ മാത്രം ഉഴുന്ന് സെപ്പറേറ്റാണ് അരച്ചെടുക്കുന്നത്. എങ്കിലും ദോശയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് ഞാൻ കല്ലിൽ അരയ്ക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതൊരു 7-8 മണിക്കൂർ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ദോശ ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ് കല്ലിലരച്ച് ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും. ഇതിപ്പം നമുക്ക് കല്ല് കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴുകി പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം 7-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും എടുക്കുന്നില്ല, ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൽ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് മൂന്നും കൂടെ നമുക്ക് ചതച്ച് ചേർക്കാം. അരയ്ക്കരുത്, ചതച്ച് തന്നെ ചേർക്കണം, എങ്കിലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ എന്നും ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. ദോശയ്ക്ക് ഇരുന്നാലും ഇഡ്ഡലിക്കായിരുന്നാലും ആട്ടി എടുത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ മാത്രമേ നമ്മൾ ചുടാൻ എടുക്കുമ്പോൾ മാത്രമേ ഇത് ചേർക്കത്തുള്ളൂ. അപ്പോഴും നല്ല പ്രത്യേക ഒരു മണം വരും കേട്ടോ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇടണേ. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ദോശ ഇട്ടെടുക്കാം. നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. ഞാൻ കല്ലിൽ ഉപയോഗിക്കുന്ന എണ്ണയെന്ന് പറയുന്നത് നല്ലെണ്ണയാണ്, വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചമ്മന്തിയും കൂടെയാണ് അരയ്ക്കുന്നത്. വെള്ള ചമ്മന്തിയും കൂടെയാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആട്ടുകല്ലിലൊക്കെ അരച്ച് തിന്നിട്ട് എത്രയെങ്കിലും വർഷങ്ങളായി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട്. ഈ ദോശ ചുട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്കും വേറൊരാളും കൂടെ ദോശ ഇടാൻ വന്നിട്ടുണ്ട്. അടുത്ത ഞാൻ ചമ്മന്തിക്ക് കടുക് വറുക്കാൻ പോകുന്നു. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടണം കേട്ടോ. കടുക് ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇത്രയും വേണ്ട, കുറച്ച് മതിയാവും കേട്ടോ. കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി അതിനകത്തോട്ട് ഒഴിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നിളക്കി തീ അങ്ങ് ഓഫ് ചെയ്താൽ മതി. തിളയ്ക്കേണ്ട. തിളച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത ആൾ ദോശ ഇവിടെ എത്തിയിട്ടുണ്ട്. ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദോശ കഴിക്കാൻ പോവുകയാണ്. എന്തായാലും ദോശയ്ക്ക് മാവ് കോരി വീഴ്ത്തുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റാ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങളെന്നാൽ പോയി ദോശ കഴിച്ചിട്ട് വരാമേ.